അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളെ വീഡിയോ എങ്ങനെയൊക്കെയാണ് പോകണമെന്നൊരു പിടുത്തമില്ല. എന്നും വ്ളോഗ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വേണ്ടല്ലേ? എന്നാൽ ഇങ്ങനെയുള്ള വല്ല കണ്ടന്റ് കിട്ടുമ്പോഴോ വീഡിയോ എടുക്കാൻ മടി പിടിച്ചിരിക്കും ഞാൻ. എന്നാൽ നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ നമ്മളെ ചുറ്റും ഉണ്ടെങ്കിലുണ്ടല്ലോ, അവരെന്നെ നമ്മളെ കൊണ്ട് നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് തന്നെ എടുപ്പിക്കുകയും ചെയ്യും, ചിലത് അവർ എടുത്തിടുകയും ചെയ്യും. ഇത് ഞാൻ പറയുന്ന സ്ഥിരം കാര്യമാണ്. പക്ഷേ എങ്ങനെ ഞാൻ പറയാതിരിക്കും? എന്നെ ഇത്ര സപ്പോർട്ട് ചെയ്യുന്ന അനിയത്തിമാരും അനിയന്മാരും വീട്ടുകാരൊക്കെ ഉള്ളപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ പറയാതിരിക്കുക? അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. യാത്രകളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ. യാത്രകളും ആഘോഷങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് ഞാൻ. പക്ഷെ ചില സമയത്ത് നമ്മൾ വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ള തോന്നൽ വരുമ്പോൾ കിട്ടുന്നൊരു ദിവസം വീട്ടിൽ ഒതുങ്ങി കൂടിയിരിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില യാത്രകളും ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഈ വീട് കാണിച്ചിട്ടുണ്ട്. ഇതെൻ്റെ പാപ്പൻ്റെ വീടാണ്. വീട് പുതുക്കി പണിതതിന് ശേഷം പണിക്കാർക്കും പാപ്പൻ്റെ കുറച്ച് ഫ്രണ്ട്സിനും പിന്നെ ഞങ്ങളെ വീട്ടുകാർക്കും ഒരു ചെറിയ ട്രീറ്റ്, അതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ പാർട്ടി രാത്രിയായിരുന്നു. ഞങ്ങളാണ് അവിടെ ഏറ്റവും വൈകിയെത്തിയ വീട്ടുകാർ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാനും എൻ്റെ ഏട്ടനും മാത്രമാണ് മക്കളായിട്ടുള്ളൂ. പക്ഷേ ഒരു കൂട്ടുകുടുംബത്തിൽ ജനിച്ച് വളർന്നുകൊണ്ട് എനിക്ക് ഒരുപാട് അനിയത്തിമാരും അനിയന്മാരും ഒക്കെ ഉണ്ട്. പിന്നെ ഏട്ടന്മാരൊക്കെ വലുതായി കല്യാണം കഴിച്ചപ്പോൾ ഞങ്ങളുടെ കസിൻസിലെ അംഗസംഖ്യ കൂടും ചെയ്തു. ചേച്ചിമാരും എല്ലാവരുമായി. ഈ വീഡിയോ എന്നെ കൊണ്ട് നിർബന്ധിച്ച് എടുപ്പിച്ചതാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എനിക്കറിയാം. കാരണം സത്യത്തിൻ്റെ മുഖം എന്നും വികൃതമാണല്ലോ. ചുറ്റുള്ളവരുടെ പ്രൈവസിക്ക് പരിഗണന കൊടുക്കണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിലൊക്കെ വീഡിയോ എടുക്കാൻ എനിക്ക് കുറച്ച് മടിയാണ്. പിന്നെ ഈ വീഡിയോ എങ്ങനെ എടുത്തെന്ന് ചോദിച്ചാൽ എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ സപ്പോർട്ട്, അത് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കാണ്ടായ കാരണം. ഇങ്ങനെയുള്ള ചെറിയ പരിപാടികളിൽ ഒരു വ്ളോഗ് ചെയ്യാന്ന് വെച്ചാൽ അത് എല്ലാവരുടെയും പൂർണ്ണ സമ്മതത്തോടെ നടക്കുന്ന കാര്യമില്ല. അപ്പോൾ ചിലവർ നമുക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഇത്തരം സന്തോഷം നിറഞ്ഞ കുറച്ച് നിമിഷങ്ങൾ വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പി റൈറ്റിങ്ങും മറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ യൂട്യൂബ് എത്ര കാലം വേണമെങ്കിലും അത് സൂക്ഷിച്ചോളൂ. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എടുത്ത് വീഡിയോ കാണുകയും ചെയ്യാം. വ്ളോഗേഴ്സിനെ പ്രൊമോട്ട് ചെയ്ത പോലെ തോന്നിയോ? എന്തായാലും പറഞ്ഞേ ശരിയല്ലേ? എന്തൊക്കെ പറഞ്ഞിട്ട് എന്താ, ഷോർട്സ് വീഡിയോയ്ക്ക് 3 മിനിറ്റിൽ കൂടുതൽ സമയം തരില്ല. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടണ്ടേ? ഇവരെ പരിചയപ്പെട്ടിട്ട് ഇപ്പം ഞങ്ങൾക്ക് എന്താ കാര്യമെന്നല്ലേ? വെറുതെ ഇരിക്കട്ടെന്നേ. ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലോ, നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇതിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ആത്മാർത്ഥതയോട് കൂടി പണിയെടുക്കുന്ന മാമനും മോനും, ഈ കണ്ണാടിയും താടിയും വെച്ച് നടക്കുന്ന ആ ഒരു യൂത്തനുണ്ടല്ലോ, അതാണ് എൻ്റെ അനിയൻ. ആളെ ഇങ്ങനെ എല്ലാ പരിപാടിയിലൊന്നും കാണാൻ കിട്ടാറില്ല. ഇപ്രാവശ്യം എന്തോ കുറച്ച് സമയം ഞങ്ങളെ കൂടെ സ്പെൻഡ് ചെയ്യാണ്ടായിരുന്നു. കൂടുതൽ വിശേഷങ്ങളും പരിചയപ്പെടുത്തലുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. പിന്നെ നമ്മൾ ഈ കുഞ്ഞി ഫംഗ്ഷനിലെ ബാക്കി വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? എല്ലാം കൂടി ഒന്നിൽ നിൽക്കാൻ പറ്റില്ലെന്നേ.